എന്തായി പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ കാര്യങ്ങൾ നളിനാക്ഷൻ ഇല്ലാത്തോണ്ട് ഇവിടെ അടിപൊളിയായി പോകുന്നുണ്ട്. ലാഭമൊക്കെ ഉണ്ടോ? അല്ല പിന്നെ ലാഭം മാത്രമേ ഉള്ളൂ. ഇപ്പോ നഷ്ടങ്ങളൊക്കെ പോയല്ലോ. എന്നാ സുബു പോയാ? അല്ല, നളിനാക്ഷൻ പോയില്ലേ ഇത്ര ദിവസം, അപ്പൊ ലാഭങ്ങൾ മാത്രം വന്നു. അല്ല ഇവിടുത്തെ മുതലാളി എന്തി സുബു? 2-3 ദിവസമായിട്ട് മിസ്സിംഗ് ആണ് ആള്. പിന്നെ ഇടയ്ക്ക് മിസ് ആവാറുണ്ടല്ലോ. വന്നോളൂ. ഞാൻ പിന്നെ ഒരു ഷൂട്ടിലായിരുന്നു, അറിഞ്ഞാണല്ലോ. ഇല്ല, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ആണോ? ഞങ്ങൾ പുതിയ പരിപാടികളൊക്കെ തുടങ്ങി. ഷൂട്ട് കണക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. പാലക്കാടായിരുന്നു ഷൂട്ട്. ഓ, വൺ സെറ്റപ്പ് അല്ലായിരുന്നോ? ആണോ? എന്നിട്ടു പടമൊക്കെ ഇറങ്ങട്ടെ. പടം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളിവിടുത്തെ രാജാവാണ്. എനിക്ക് ഇങ്ങോട്ടൊന്നും വരേണ്ട കാര്യമില്ല. ഫിലിമിൽ എന്തായിരുന്നു? ചായ കൊടുക്കലായിരുന്നോ? അവൻ അങ്ങനെയൊക്കെയാ പറഞ്ഞു തന്നിരിക്കുന്നല്ലേ. വിലയറിയാത്തവരുടെ മുമ്പില് ഇരിക്കാൻ വലിയ താല്പര്യമില്ല. പിന്നെ എന്തായിരുന്നു ഫിലിമിൽ? എന്തായിരുന്നു പറഞ്ഞില്ല. എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു ടാലന്റ് ഉണ്ട് എന്നറിയാവോ? ഓഹോ, ആ. എന്നിട്ട് ആ സ്ക്രിപ്റ്റ് ഒക്കെ വെച്ച് കഥ എടുത്തോ? അതിനൊക്കെ പ്രൊഡ്യൂസർ കിട്ടിയോ? ഒരു ബോധമുള്ളവർക്കല്ലേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. അതാ ഞാൻ ചോദിച്ചു, ബോധമുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ. എന്നിട്ട് എങ്ങനെ കിട്ടി? ആ ബോധമുള്ളവർക്ക് മനസ്സിലായപ്പോ കിട്ടി. ആ, ആയിക്കോട്ടെ. അവൻ വല്ലാണ്ട് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നു. ആഹാ. എന്നിട്ട് ആ പടം എന്തായി? ഇറങ്ങോ? പിന്നെ പടം ചെയ്യുന്നവനെ ഇറക്കാനല്ലേ. ആണോ? എപ്പ ഇറങ്ങും? ഇപ്പൊ ഡേറ്റ് ഒക്കെ തീരുമാനിക്കാൻ പെട്ടെന്ന്. ഇതെന്ത് ലോ ക്ലാസ് ഫിലിം? അതെ. സുബു എന്തി? സുബു പറഞ്ഞല്ലോ 2-3 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. വരുമ്പോ പറയാം. അവൻ വരുമ്പം ഞാൻ വന്നെന്ന് പറയണം കേട്ടോ. പറയാം. നല്ല ഇഷ്ടമല്ലേ? നല്ല ഇഷ്ടമാണ്. ഞാനേ സുബുവിന്റെ ഫ്രണ്ടാ. ഈ ചാൻസ് ഒക്കെ ചോദിക്കുന്നൊക്കെ പിന്നെ അതല്ല ഒന്ന് വരാമോ? ഇത് പേഴ്സണലായിട്ട് സംസാരിക്കണം. ആണോ? എന്നാ ഒന്നകത്തേക്ക് നോക്കി. ഞാൻ എന്തിനകത്ത് പോകണം? ഞാനും പോവില്ല. ഓഫീസ് കാര്യല്ലേ, ഞാനും കൂടെ അറിയണം. പേഴ്സണലാ ഇത്. പേഴ്സണൽ മാറ്റർ. ഒന്ന് മാറിയിക്കാവോ? ഞങ്ങൾക്കൊന്ന് സംസാരിച്ചിട്ട് പൊക്കോളാന്ന്. സുബു എന്തി? സുബു ഇങ്ങോട്ട് വന്നില്ല, കണ്ടില്ല. ഒന്നില്ലേ? ഇല്ല. ഞാനും സുബു കൂടിയിട്ടേ ആ ഒരു പ്രൊജക്റ്റ് ഓൺ ആക്കുന്നുണ്ട്. ആണോ? ഞാൻ അതിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളീനെ കൊണ്ട് ഇതൊന്ന് സൈൻ ചെയ്യിപ്പിക്കണം. ഇത് എന്ത് പ്രൊജക്ട്? ഒന്ന് വിളിക്കാവോ പുള്ളീനെ? ഇത് ഒരു സിനിമയുടെ പ്രൊജക്റ്റ്. വിളിക്കാലോ. ഹലോ സുബു. പറയണം മിസ്റ്റർ നളിൻ. ഞാൻ നിന്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. എന്റെ ഓഫീസോ? അങ്ങനെ പറയല്ലേ, നമ്മുടെ ഓഫീസ്. നമ്മുടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഞാൻ ഷൂട്ടിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു, അതാ ഞാൻ വിളിക്കാൻ. തിരക്കുള്ള മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ. അല്ലാതെ ഇവിടെ ഒരാള് പേരെന്നായിരുന്നു? പ്രസാദ് വന്നിട്ടുണ്ടായിരുന്നോ? പ്രസാദ്? ഓക്കെ. ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വന്നതല്ലേ? അതെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ അല്ലേ? അല്ല, അത് സൈൻ ചെയ്യാൻ വേണ്ടി നീ എപ്പോഴാ വരുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. എടാ, ഞാൻ ഇത്തിരി തിരക്കില്ല. എന്നെ പറ്റി ഞാൻ ഒരു പേപ്പർ ഒപ്പിടാൻ മറന്നുപോയി. അപ്പൊ നീ അതൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇടണോ? എന്റെ പുതിയ ഒപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ആയിട്ടേക്കാം. എന്താ ചെയ്യാ? എന്ത് പറഞ്ഞു? കാര്യം പറഞ്ഞിട്ടുണ്ട്. സംഭവം കാണിച്ചു. നാളെ നമ്മൾ വായിച്ചു നോക്കിയോ? പിന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത് ഇംഗ്ലീഷ് മലയാളത്തിലില്ലല്ലേ? ശരിയല്ലേ? അല്ല, നമ്മളിങ്ങനെ അർത്ഥം മനസ്സിലാക്കി എടുക്കാൻ താമസമുണ്ട്. പിന്നെ ഞാൻ ഈ ഓഫീസിന്റെ ഷെയർ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ അകത്ത് സെറ്റപ്പൊക്കെ നമുക്ക് മൊത്തത്തിൽ മാറ്റണം കേട്ടോ. ഇതൊക്കെ ഒരു പഴയ അത് ഇച്ചിരി പഴയ. പിന്നെ മറ്റേ കൂരിയടയ്ക്ക പോലത്തെ സാധനം ഇനി വേണ്ട. നമുക്ക് നല്ല കാണാൻ വൃത്തിയും മെനയൊക്കെ ഉള്ളൊരു സ്റ്റാഫുകൾ വെച്ചാൽ മതി. അത് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. എനിക്ക് അത്ര കാണുമ്പോൾ തന്നെ ഓഫീസിൽ തന്നെ കയറി വരുമ്പോൾ ഒരു ഐശ്വര്യമൊക്കെ വേണ്ടേ? അതൊരു കൂരിയടക്ക. അങ്ങനെ ഒരു ആനെ കൊണ്ട് വെക്കാൻ പാടില്ലായിരുന്നു ഇവിടെ. അത് ആർഭാടാവും. ആണല്ലേ? ഇത് എവിടെ ഒപ്പിട്ട്? ഇവിടെ. ഓക്കെ. നീയുണ്ടോ? ഇത് 3 ഒപ്പിടണം. ഒപ്പൊന്നും വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നാലെന്തോ പ്രശ്നമുണ്ടല്ലോ. എന്നെ മാറ്റി നിർത്തി സംസാരിക്കാൻ മാത്രം ഇവർക്ക് എന്താ ഉള്ളു? അങ്ങനെ വിട്ടാൽ ശരിയാവും. നോക്കിയാൽ
എനിക്ക് നമ്മളെ മോശം വിചാരിക്കും. അരേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇവിടെ പുതിയ നിയമനങ്ങളൊക്കെ വന്ന് പുതിയ രീതികളൊക്കെ തുടങ്ങുവാണ്. ഓക്കെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫസ്റ്റ് നടപടി എന്നോണം ഞാൻ ശരിക്കും വളരെ ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടാനുണ്ട്. എന്നെ പറഞ്ഞു വിടാനോ? ഇവിടെ ഒന്ന് നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ട്. അതൊന്നും പറ്റില്ല. എന്റെ സാറ് സുബു സാറാണ്. സുബു സാറ് പറയട്ടെ, ഞാൻ പോവാം. സുബ്ബു സാറ് പറഞ്ഞാൽ കേൾക്കും അല്ലേ? ആ, സുബു സാറ് പറയുകയാണെങ്കിൽ ഞാൻ പോവും. ആ സുബ്ബു സാറിനെ ഒന്ന് വിളിച്ച് ചോദിക്കും. ആ, ചോദിക്കണ്ടോ? പണി എടുത്തോട്ടെ. ആ. ഹലോ ഹലോ, സുബു സാറല്ലേ? എവിടെ ഇപ്പോ? ഞാൻ പുറത്ത്. എന്ത് പറ്റി? അല്ല, നളിനാക്ഷൻ വന്നിട്ട് എന്നെ പറഞ്ഞു വിടാന്നൊക്കെ പറയുന്നു. അതെന്ത് സംഭവം? അയ്യോ, അവൻ അങ്ങനെ പറഞ്ഞു? ആ, പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇനി നാളെ മുതൽ പണിക്ക് വരണ്ട, ഇപ്പൊ തന്നെ വിട്ടോ, ഇനി മുതൽ ഇവിടെ പണിയില്ല എന്ന്. അത് ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ പോകുന്നു വേണ്ട. നേരത്തിന് പോയാൽ മതി. ബാക്കി അവനോട് സംസാരിച്ചാൽ മതി. എന്താ എന്നെ പറഞ്ഞു വിടാണോ? Yes. എന്തിന്? അതിപ്പോ ആധുനിക കാലത്ത് നമുക്ക് ഇങ്ങനെ പല ആവശ്യങ്ങളും വേണ്ടി വരും. അപ്പോ നമ്മൾ അതിനുവേണ്ടി പലതും ധരിക്കേണ്ടി വരും. അതിന് എന്നെ പറഞ്ഞു വിടുന്ന ഇത്രയും ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന അത് എന്നെ പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അത് 3 മാസത്തെ സാലറി വരെ തന്നിട്ടില്ല നിങ്ങൾ. അത് നല്ല ലക്ഷം തരും. സാലറി അല്ല ഇവിടുത്തെ വിഷയം. എന്നെ പറഞ്ഞു വിടാൻ എന്ത് വാലിഡ് റീസൺ ആണ് നിങ്ങൾക്കുള്ളത്? എന്ത് പറഞ്ഞു? എന്ത് തോന്നുന്നു? എന്നെ പറഞ്ഞു വിടാൻ കാരണം എന്താണ്? എനിക്കറിയില്ല, ഞാനല്ല പറഞ്ഞു വിടുന്നത്. പുതിയ നിയമനങ്ങളാണ്. അങ്ങനെ എന്നെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. 3 മാസത്തെ സാലറി ഉണ്ട്. ഞാനിവിടെ ആത്മാർത്ഥതയോടെ പകലില്ലാതെയാണ് പണിയെടുത്തത്. സോ എന്നെ പറഞ്ഞു വിടാനൊന്നും പറ്റൂല. ഞാൻ പോകത്തുമില്ല. എന്നാ ഒരു ആജി ഇവിടെ തന്നെ ഇല്ലേ? ഞാൻ അങ്ങ് പൊക്കോളാം. ആഹാ, അത്രയ്ക്കായോ? ഞാൻ കേസ് കൊടുക്കും. എന്തെന്നു? എനിക്കിവിടെ പൈസ തന്നിട്ടില്ല. ഞാൻ കേസ് കൊടുക്കും. പട്ടിപ്പണിയായിരുന്നു ഇവിടെ ഞാൻ. കേസ് കൊടുക്കണം. ഈ ഓഫീസ് ഇങ്ങനെ ഇപ്പോഴും നിൽക്കാനുള്ള കാരണം ഞാനാണ്. അങ്ങനെ എന്നെ പറഞ്ഞു വിടാനൊന്നും പറ്റൂല. സിമന്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഞാൻ തമാശ കളിക്കാൻ വരാ? ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞു. എന്നെ പറഞ്ഞു വിടാൻ പറ്റില്ല. അപ്പൊ എന്നെ പറഞ്ഞു വിട്ടാൽ ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുക്കും? ആ, കേസ് കൊടുക്കും. കേസ് കൊടുത്തു? ആ, കാണാം നമുക്ക്. ഇനി നമുക്ക് കോടതി വെച്ച് കാണാം. നിങ്ങളെ എങ്ങനെ ഞാൻ വെറുതെ വിടാന്ന് ഉദ്ദേശിക്കണം. നിങ്ങളെ സുബ്ബു സാറിനെ ഞാൻ ഉറപ്പായും കോടതി കയറ്റും. ഞാൻ ഇതുവരെ കോടതി കയറിയിട്ടില്ല. നോക്കാം. ആഹാ, അത്രക്കായ കാണിച്ചു. അരേ, കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ അവളെ അങ്ങ് പറഞ്ഞു വിട്ട്. ആരത്തിലും വൈദ്യയിലേക്കാ ഞാൻ നോക്കിയില്ല. നമുക്കും എല്ലാം നോക്കാനുണ്ട്. പിന്നെ ബാക്കി ഇനിയിപ്പോ നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റല്ലേ? എല്ലാം ഓക്കെ. ആ, എല്ലാം ഓക്കെ. അത് വേണം, എല്ലാം ഭംഗിയാക്കണമെന്ന്. എനിക്ക് ഒന്ന് ബോസിനെ വിളിക്കണം. ബോസൊക്കെ ഉണ്ട്. കൊള്ളാം. അല്ല, നമ്മളുമായിട്ട് പറയാം. ആ മാഡം, എവിടെത്തി? വരുവാണോ? ഓക്കെ, മാസ് എൻട്രി വരും. അല്ല, വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ആണോ? Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. Cause I am the man, you have seen me before. Got a lot of stitches coming more and more. Check it out. Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. Cause I am the man, you have seen me before. Got a lot of stitches coming more and more. Check it out. കൊച്ച ഇവിടെ നിന്ന് പൊക്കെ ഇവിടെ ഞങ്ങളൊരു പ്രധാന മീറ്റിംഗ് നടക്കുക. ഏത് കൊച്ച്? സോറി ട്ടാ. Call me ma'am. Call me ma'am. മാമ? Yeah. ഇതെന്താന്നറിയോ? ഇതൊക്കെ പേപ്പറിൽ ഇതൊക്കെ എന്തിനു കാണിക്കുന്നത്? ഇതൊക്കെ വില പിടിച്ച സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കി. ഈ കൊച്ചതൊക്കെ ഗീറുകളെ. ഹേയ് മിസ്റ്റർ, ഇത് നിങ്ങളുടെ ഈ സ്ഥാപനം ഞാൻ മേടിച്ചു എന്നുള്ളതിന്റെ പ്രൂഫാ. നീയാ? നീ കാണുന്നു പറഞ്ഞു. എന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. എന്റെ ഹെൽപ്പ്? എന്നെ അണ്ണനെ അറിയില്ലേ? അണ്ണൻ കുറച്ച് നാൾ മുമ്പ് കുറച്ച് പേർക്ക് വീട് വാടക കൊടുത്തായിരുന്നു. അവരാണെങ്കിൽ പിന്നെ വാടകയൊന്നും തരാണ്ട് അണ്ണനെ പറ്റിച്ചു പോയി. ആളാകെ ഡിപ്രഷൻ അടിച്ച് വീടിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങല്ല. അവരാണെങ്കിൽ ഇവിടെ എവിടെ ഒരു ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം. ഞങ്ങളുടെ ഫാമിലിയുടെ ആദ്യം തീരുമാനമായി. എനിക്ക് അവരെ അനുഭവിപ്പിക്കണം.
എൻ്റെ അണ്ണനെ അവർ ചെയ്തത് എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കണം. അവരനുഭവിക്കുന്നത് എനിക്ക് എൻ്റെ കൺമുമ്പിൽ കാണണം. കൂടെ നിന്നാൽ മാത്രം മതി, കോങ്കണ്ണായി ബാക്കി ഞാൻ നോക്കിക്കോളാം. അല്ല അപ്പൊ സുബു സുബുവാ? ആ. ഏത് സുബു? സുബുവിനൊക്കെ തട്ടി. ഇനി ഇത് എന്റെ ഏരിയ. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്റെ ഏകാധിപത്യം. ഏകാധിപത്യം. ആ അതായിരുന്നല്ലേ. ഇത് എന്റെ അണ്ണന് വേണ്ടിയിട്ടുള്ള എന്റെ സ്വീറ്റ് റിവെഞ്ച്. ഓ. എല്ലായിടത്തും നോക്കോ. Get lost. ഞാൻ- കടക്ക് പുറത്ത്. അല്ലേ നമുക്ക് പറ്റിയ എന്തെങ്കിലും പരിപാടി ഇവിടെ ഞാനൊരു ലോല ഹൃദയ ആയതുകൊണ്ട് മേ ബി ഐ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. എന്ത്? ആലോചിക്കാന്ന്. എന്നാ ഇപ്പൊ താമ്പോ ഇടക്കണം ഇവിടെ എന്റെ ക്ലാസ്.